നിങ്ങളൊരു മാഗി ഫാനാണോ? ഞാൻ അത്രയ്ക്ക് വലിയ ഫാനൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്ന് തൊട്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് തുടങ്ങി, ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്ത് തുടങ്ങി, അന്ന് തൊട്ട് എനിക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് വേറൊന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈം കിട്ടാറില്ലായിരുന്നേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തിട്ടുള്ളത് മാഗി ആയിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ്. വെള്ളം ഒഴിച്ചിട്ട് മാഗി ഇടുക എന്നുള്ള പരിപാടിയുള്ളത്. എൻ്റെ കൂടെ നിന്നെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ് ആയതുകൊണ്ട് അവരെല്ലാം ഉണ്ടാക്കുന്നൊരു രീതി ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാമേ. ഞാനിവിടെ എടുത്തേക്കുന്ന ചെറിയൊരു സവാളയാണ്, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. എരിക്കും നിങ്ങളുടെ ഉപ്പിനൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഉപ്പ് ഞാൻ ഈ ഉള്ളിക്ക് വേണ്ടുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളേ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാം. ഇതിനകത്ത് മുട്ട ആഡ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മുട്ട ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ചിക്കൻ നൂഡിൽസാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുൻപൊക്കെ നോർമൽ നമ്മുടെ മാഗി ഉണ്ടല്ലോ, അതായിരുന്നു എനിക്കിഷ്ടം. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കുറച്ചുകൂടെ ഇഷ്ടം. കാര്യം വെച്ചാൽ ഇതിൻ്റെ മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ് ഉള്ളതുപോലെ എപ്പോഴും തോന്നാറുണ്ട്. ഇനി ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും മാഗി ഉണ്ടാക്കുന്ന കണക്ക് തന്നെയാണ്. മാഗി ഇട്ടുക, അത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം എടുക്കുക. ഇതിൻ്റെ മുകളിൽ ബുൾസൈ വെച്ച് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ചിലർ ആ വെള്ളത്തിൽ തന്നെ ഈ പൊടിയിട്ട് തിളപ്പിക്കാറുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇങ്ങനെയാണ് ഇടുന്നത്. കാര്യം ആ മാഗിയുടെ ഇടയ്ക്കൊക്കെ ഈ മസാല ഇങ്ങനെ പിടിച്ചിരിക്കും. ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിൽ അല്ലാതെയും കുക്ക് ചെയ്യാവേ. എനിക്കാണെങ്കിൽ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ചൂട് മാഗിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അജുവിനാണെങ്കിൽ തീരെ ഇഷ്ടമല്ല ഈ സാധനം ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതോ മേടിക്കുന്നതോ. അതുകൊണ്ട് തന്നെ മന്ത്ലി വൺസ് വല്ലതും ഞാനിത് മേടിക്കാറുള്ളൂ കേട്ടോ. കുറച്ചുകൂടെയൊക്കെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ എന്നോട് പറയാറുണ്ട്, ഞാൻ കേൾക്കാറില്ല. പക്ഷേ ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, എല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്നേ. പിന്നെയും എൻ്റെ മനസ്സ് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ചാഞ്ചാടുമെന്നേ. അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കാറില്ല. നമുക്കെന്തായാലും ഈ മാഗി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം വെന്ത് കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇത് സൂപ്പായിട്ട് കഴിക്കാനും നല്ലതാണ്. കാര്യം അതിൻ്റെ വെള്ളം കുറച്ച് വെള്ളത്തോട് കൂടി കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് ലൂസായിട്ട് വെള്ളത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. നമ്മൾ കുറച്ചധികം ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.